നല്ല ശ്രദ്ധിച്ച് കേട്ടോളൂ മകളെ. നിധി ഈ വീട്ടിൽ എവിടെയോ ഉണ്ട്. അത് കറക്റ്റായിട്ട് ഏത് പ്ലേസിലാണെന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഇനിയും ഒരു പൂജ കൂടി നമുക്ക് ചെയ്യണം. ആ പൂജയ്ക്ക് ഫലമുണ്ടാകണമെങ്കിൽ നിങ്ങളുടെ മകളെ വെച്ച് മാത്രം ആ പൂജ നടത്തണം. എന്താ പറയുന്നു സ്വാമി? എന്റെ മകളെ വെച്ച് പൂജ ചെയ്യണമെന്നോ? കന്യകാത്വം നഷ്ടപ്പെടാത്ത ഒരു പെൺകുട്ടിയെ വെച്ച് പൂജ നടത്തിയാൽ മാത്രമേ ആ നിധി എവിടെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായി കഴിയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ മകളെ മുന്നിലിരുത്തി നാളെ രാത്രി തന്നെ നമുക്ക് ആ പൂജ നടത്തണം. നിങ്ങളുടെ മകളുടെ ബെഡ്റൂമിലാണ് ആ പൂജ നടത്തേണ്ടത്. നിങ്ങളുടെ മകളോട് ഇത് പറഞ്ഞ് മനസ്സിലാക്കി നാളെ രാത്രിയിലെ ആ പൂജയ്ക്ക് പറഞ്ഞുവിട്. അങ്ങനെയാണോ? ആയിക്കോട്ടെ സ്വാമി. ധൃതി പിടിച്ച് ഇപ്പോൾ തന്നെ ഒന്നും നിങ്ങളുടെ മകളോട് പറയാൻ നിൽക്കണ്ട. നാളെ പുലർന്നു കഴിയുമ്പോൾ ഇക്കാര്യം മകളോട് തുറന്നു പറഞ്ഞ് നാളെ നടക്കാൻ പോകുന്ന പൂജയിലേക്ക് പറഞ്ഞു വിടണം. പൂജ അവസാനിക്കുന്ന നിമിഷം ആ നിധി ലഭിച്ചിരിക്കും. ആയിക്കോട്ടെ സ്വാമി. എങ്ങനെങ്കിലും ഞങ്ങൾക്ക് ആ നിധി കിട്ടിയാ മതി. ഓം ഹ്രീം പാതാള ഭൈരവി ഭദ്രകാളി ചാമുണ്ടേശ്വരി നമഃ. ഓം. നീ ഇപ്പോൾ പൊയ്ക്കോളൂ, നമുക്ക് നാളെ കാണാം. ആയിക്കോട്ടെ സ്വാമി. ഓം ക്ലീം ഹ്രീം പാതാള ഭൈരവി ഭദ്രകാളി ചാമുണ്ടേശ്വരി നമഃ. അവള് കന്യകാത്വം നഷ്ടപ്പെടാത്തൊരു പൂവാണ്. ആ പൂവിൻ്റെ തേൻ നുകരുകയാണെങ്കിൽ എനിക്കിനിയും ഒരുപാട് ശക്തി ലഭിക്കും. എൻ്റെ ആയുസ്സും വർദ്ധിക്കും. അതിനായി ഈ പൂജ ശരിയായ രീതിയിൽ തന്നെ പ്രയോജനപ്പെടുത്തണം. കന്യകാത്വം നഷ്ടപ്പെടാത്ത 9 പെൺകുട്ടികളുടെ കൂടെ ശയിക്കുകയാണെങ്കിൽ എനിക്ക് വളരെയധികം ശക്തി ലഭിക്കും. അതിനുശേഷം എനിക്ക് എല്ലാ വിധത്തിലുള്ള മാന്ത്രിക വിദ്യകളും ധാരാളമായി ചെയ്യാൻ കഴിയും. ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാം സാധിക്കും. അതിൻ്റെ ആദ്യത്തെ പടിയെന്ന നിലയിൽ ഇവളെ പ്രയോജനപ്പെടുത്തണം. സ്വാമി, വരൂ മകളെ, ഇവിടെ ഇരിക്കൂ. ഓം ക്രീം ക്ലിം. ഓം ക്രീം ക്ലിം പാതാള ഭൈരവി ചാമുണ്ടേശ്വരി. ഈ പൂജ അവസാനിക്കുന്ന നിമിഷം നിധി എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരണം. ഈ തീർത്ഥം കുടിച്ചോളൂ മകളെ. ഇനി ഒരല്പസമയത്തിനുള്ളിൽ ഞാൻ ആഗ്രഹിച്ചത് നടക്കും. ഓം ക്ലീം ക്രീം പാതാള ഭൈരവി ചാമുണ്ടേശ്വരി നമഃ. ഇവളെന്താ ഇങ്ങനെ വരുന്നു? പൂജ തീർന്നോ മോളെ? പൂജയല്ല തീർന്നത്, അവന്റെ കഥയാണ് തീർന്നത്. എന്താടി പറയുന്നത്? എന്തു പറ്റി? അവനെ ഞാൻ കൊന്നു അമ്മേ. എന്ത്, സ്വാമിയെ കൊന്നെന്നോ? അയ്യോ, അയ്യോ ഈശ്വര. എന്തിനാടി എന്തിനാടി അദ്ദേഹത്തെ കൊന്ന്? എന്നോട് മോശമായി പെരുമാറിയതുകൊണ്ട് ഞാൻ അവനെ കൊന്നു. അയ്യോ, എന്തിനാടി? എങ്ങോട്ടാ നീ പോന്ന്? പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് സത്യം പറഞ്ഞ് സറണ്ടർ ആവാൻ പോവാ. അയ്യോ, നീതിക്ക് ആഗ്രഹിച്ചിട്ട് എന്റെ മോളുടെ ജീവിതം തന്നെ ഞാൻ നശിപ്പിച്ചല്ലോ ദൈവമേ. നീ